അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് ശത്രുത മാറാൻ, അതുപോലെ തന്നെ പിണക്കങ്ങൾ മാറുന്നതിനും നമ്മളോട് ഒരാൾക്കുള്ള വൈരാഗ്യം മാറുവാനും പരസ്പരം സ്നേഹം വർദ്ധിക്കുവാനും ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരും വളരെ വേണ്ടപ്പെട്ടവരുമായി ചിലരുണ്ടാകും അല്ലേ. അവരുമായിട്ട് പെട്ടെന്നാകും വഴക്കും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി നമുക്കായാലും മറ്റുള്ളവർക്കായാലും പിണക്കം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശത്രുത വരാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ. അത് ആരുമായിട്ടും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മളോട് അവർക്ക് സ്നേഹവും അനുകമ്പയും സഹകരണവും വരും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള എന്ത് വിഷയങ്ങളും പരിഹരിക്കാനും ഈ ഇസ്മ തന്നെ മതി. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് സാധിക്കുന്നതാണ്. അത് ഏത് ഇസ്മാണ്? യാ വദൂദ് യാ അല്ലാഹ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മാഉൽ ഹുസ്നയെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. അതില് ഈ നാമമാണ് ചൊല്ലേണ്ടത്. യാ വദൂദ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ, അതിന്റെ അർത്ഥം വരുന്നത് സ്നേഹിക്കുന്നവനെ. യാ വദൂദ് യാ അല്ലാഹ്, സ്നേഹിക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന ഈ ഇസ്മ ചൊല്ലി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ ഈ ഇസ്മ രാവിലെയും വൈകുന്നേരവും 470 തവണയാണ് ചൊല്ലേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്പം സ്വലാത്തും ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകളുണ്ട്. നിങ്ങൾക്ക് ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം. അതായത് 470 തവണ ചൊല്ലിയതിനു ശേഷം സ്വലാത്ത് ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളുടെ ഈ വക പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. നമുക്ക് ഇനിയും മിണ്ടണം, നമുക്ക് അകന്നു മാറിയവർ തമ്മിൽ ഒരുമിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലേ, ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ അത് എങ്ങനെയാണ്? ചെറിയ ചില തെറ്റിദ്ധാരണകളുടെ പേരിലായിരിക്കും നമ്മൾ പിണങ്ങിയത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളുമായിട്ടാണ്. അള്ളാഹു എല്ലാവരുടെ ദുആയും എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു അതിന് മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോസ് കാണുന്നവർ താഴെയുള്ള കമന്റുകൾ കണ്ടാൽ, ഇതിനു മുൻപുള്ള വീഡിയോസിലും കമന്റുകൾ കണ്ടാൽ ഇൻഷാ അല്ലാഹ് കൂടെ തന്നെ ദുആ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പുതിയതായി നമ്മുടെ ചാനലിലോട്ട് വരികയാണെങ്കിൽ അവർ കാണട്ടെ, അല്ലെങ്കിൽ കണ്ട് വീഡിയോ ഉപകാരമായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചു കൊള്ളുന്നു. അതുപോലെ പിണക്കങ്ങൾ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ മാറ്റി അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് മിണ്ടുക. നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ ആ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിപ്പിക്കട്ടെ. ഒരു അള്ളാഹു എത്രയും പെട്ടെന്ന് ഒരുമിക്കാൻ സാധിക്കട്ടെ. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മുടെ ദുആ എല്ലാം, എല്ലാവരുടെ ദുആയും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. ആർക്കെങ്കിലും ഉപകാരമായിക്കൊള്ളട്ടെ. ഇൻഷാ അല്ലാഹ് അതിലൂടെ നമുക്കൊരു സ്വതക്കയാണ് കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് അത് പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരമായിട്ട് നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധം നിലനിൽക്കുവാനൊക്കെയുള്ള നല്ലൊരു ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുക. വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.